നമസ്കാരം സർ. ഇന്നലെ വഖഫ് ബില്ലിൻ്റെ ചർച്ചയിൽ കേരള എംപിമാരുടെ കള്ളക്കളികളൊക്കെ നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ഈ മുനമ്പത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സാറിൻ്റെ നിലപാട് എന്താണ് ഇതിനെക്കുറിച്ച്? നമസ്കാരം അഖില. ഇതിനകത്ത് ഇന്നലെ കളികൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വളരെ രസകരമായിരുന്നു. ഞാനൊരു ഏകദേശം ഒരു 12:30 വരെ ഇരുന്ന് 12:30 1 മണി വരെ ഇരുന്ന് കണ്ടു. നമ്മുടെ കേരളത്തിലെ പല എം പിമാരെന്നാൽ കോൺഗ്രസ് എം പിമാർ, ഇപ്പം ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗ് അവർ ന്യായമായും വഖഫ് ബില്ലിനെ എതിർക്കും എന്നുള്ളതിനകത്ത് നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അതുപോലെ തന്നെ CPIയും അങ്ങ് തൊടാതെ CPIയുടെ ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അടുത്തത് ഈ കോൺഗ്രസ്സുകാരുടെ നല്ല രസമായിരുന്നു. അവർ പറയുന്നത് മുഴുവൻ KCBCയുടെ സപ്പോർട്ടും ക്രിസ്ത്യാനികളുടെ സപ്പോർട്ടുമാണെങ്കിലും അവർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് മുഴുവൻ. പിന്നെ അതേസമയം മുസ്ലിം വർഗീയത കാണിക്കുന്നു എന്ന് പറയുകയും അവസാനം മുഴുവനായിട്ട് മുസ്ലിം അനുകൂലമായി, അതെ മുസ്ലിം അനുകൂലം എന്ന് പറഞ്ഞാൽ വഖഫ് ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു കള്ളക്കളി. ആ പറയുമ്പോൾ ഉണ്ടല്ലോ, ഭാവിയിൽ ഇതിനകത്ത് ഒന്ന് ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് പറയാനുള്ള എല്ലാ സാധനവും എനിക്ക് ഒപ്പിച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ കൊണ്ട് ഇവരെടുത്ത് കൊണ്ട് ഇത് കാണിക്കാം, മറ്റിടത്ത് കൊണ്ട് മറ്റത് കാണിക്കാം. അപ്പോൾ അതോടുകൂടി ആള് സത്യം പറഞ്ഞ വീണു പോകും. അത്ര തന്മയത്തോടു കൂടിയാണ് ഈ ഡബിൾ ഗെയിം കളിച്ചത്. അത് വലിയ രസകരമായിരുന്നു. 2, ഇത്രയും വർഗീയത പച്ചയ്ക്ക് പറഞ്ഞ ഒരു സംഭവം അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. ഇത് പുറത്താണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെ അതിലെ ഈ BNS 196ന്റെ പേരിൽ ഇഷ്ടം പോലെ കേസ് വന്നേനെ. സത്യം പറഞ്ഞാൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളാണ് മൊത്തം പറഞ്ഞത്, വാചകങ്ങളാണ് പലരും പറഞ്ഞത്. ഇത് രണ്ടും വളരെ ഒരു കൗതുകകരമായി തോന്നി എന്നുള്ളതാണ്. പലപ്പോഴും ഈ ലോക്സഭയ്ക്കകത്ത് പറയുന്നത് കൊണ്ടും നിയമസഭയ്ക്കകത്ത് പറയുന്നത് കൊണ്ടും ഇവർക്ക് വലിയൊരു പ്രൊട്ടക്ഷനാണ്. ഇവർക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. ആ ഒരു ഗുണത്തിൻ്റെ പേരിൽ മാത്രം അത് മുന്നിൽ പോകുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മളൊരു വളരെ പ്രസക്തമായ കാര്യമുണ്ട്. കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്നത്, ഇപ്പോൾ KCBC ആയിക്കോട്ടെ, ബിഷപ്പ് കൗൺസിൽ ആയിക്കോട്ടെ, ദീപിക പത്രം പറഞ്ഞതായിക്കോട്ടെ, എല്ലാവരും പറഞ്ഞ മുനമ്പത്തിനെ കുറിച്ചാണ്. മുനമ്പത്തിന് വേണ്ടിയാണ് സംസാരിച്ചത്. അവിടെ ഏകദേശം 600ഓളം കുടുംബങ്ങളുടെ ഒരു 450 ഏക്കർ ഓളം അതിനകത്ത് നഷ്ടപ്പെടും എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ഒരു അപ്രിഹെൻഷൻ. ഈ പൊതുവെ ബില്ലുകൾ ഉണ്ടാക്കുമ്പോൾ, അതായത് ബില്ലുകൾ പാസ്സാക്കുമ്പോൾ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാകാറില്ല. വളരെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് വരിക, അതായത് മുൻകാല പ്രാബല്യത്തോടുകൂടി വരിക. അപ്പം മുനമ്പംകാർക്ക് ഗുണമുണ്ടാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. പലപ്പോഴും അവർ പറയുന്നുണ്ട് മുനമ്പത്തിന് എൻ്റെ കാര്യം ഞങ്ങൾ നോക്കും. അപ്പം എങ്ങനെയാണ് മുനമ്പത്തിനെ ബാധിക്കുക എന്നുള്ളതാണ് ഒരു വലിയ പ്രസക്തമായ കാര്യം. ഇതിനൊരു കോൺക്രീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മുനമ്പത്തിന് ബെനിഫിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനകത്തുള്ള 1-2 ക്ലോസുകൾ വളരെ റെലവൻ്റാണ്. അത് മുനമ്പത്തിന് ഗുണം ചെയ്യും. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല, കോടതികൾ വഴി പോകേണ്ടി വരും എന്നാണ് ഞാൻ തൽക്കാലം മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് ഇതിനകത്ത് പറഞ്ഞ ഒരു വ്യക്തമായിട്ട് അമിത്ഷാ ആയാലും ശരി, മന്ത്രി റിജു ആയാലും ശരി പറഞ്ഞിരിക്കുന്നത് ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് എന്താണോ അത് ഒരു വളരെ പ്രസക്തമായ കാര്യമാണ്. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ട്രസ്റ്റുകൾക്ക് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തികൾ കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ. ഒരു ട്രസ്റ്റ് കൈകാര്യം ചെയ്തിരുന്ന സ്വത്തുക്കൾ ശരിക്കും പറഞ്ഞാൽ വഖഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ശക്തമായ നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫറൂഖ് കോളേജിനാണ് ഈ പ്രോപ്പർട്ടി ഒറിജിനലി കൈമാറിയിരുന്നത്. ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് മുസ്ലിം ട്രസ്റ്റാണ്, ഒരു വഖഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ എന്താണ്, വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നാണ്. അപ്പോൾ അത് പറ്റൂല, വഖഫ് ആയിരുന്നില്ല. ആ പ്രോപ്പർട്ടി ഒരിക്കലും വഖഫ് പ്രോപ്പർട്ടി ആയിരുന്നില്ല. അത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഫറൂഖ് കോളേജിൻ്റെ പേരിലുള്ള ഒരു രജിസ്റ്റേർഡ് മുസ്ലിം ട്രസ്റ്റിൻ്റെ പേരിലായിരുന്നു. അവരാണ് ആ ലാൻഡ്, അതായത് ആ മുനമ്പത്തെ ഭൂമി വ്യക്തികൾക്കും ഫാമിലികൾക്കും പിന്നെ നമ്മുടെ പല വർഷങ്ങൾക്ക് മുൻപ്, ഡിക്കേഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ദശവർഷങ്ങൾക്ക് മുൻപ് വിറ്റിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ലീഗൽ പോയിന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 2024 ഈ പറഞ്ഞ ഇപ്പോൾ വന്ന അമെൻമെൻറ്റിൽ ട്രസ്റ്റ് മാനേജ്ഡ് പ്രോപ്പർട്ടീസ് ആർ എക്സ്പ്ലിസിറ്റ്ലി എക്സ്ക്ലൂഡഡ് ഫ്രം ഡെഫിനേഷൻ ഓഫ് വഖഫ്. ഇതാണ് ഒരു പക്ഷേ മുനമ്പംകാരെ രക്ഷപ്പെടുത്താൻ പോകുന്ന പോയിന്റ്.
ഡയറക്റ്റായിട്ട് മുനമ്പങ്കാരുടെ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബിൽ സെയ്സ് എനി പ്രോപ്പർട്ടി ഹെൽഡ് ഓർ ട്രാൻസ്ഫേർഡ് ബൈ ട്രസ്റ്റ് ക്രിയേറ്റഡ് ബൈ മുസ്ലിംസ് ഫോർ ചാരിറ്റബിൾ ഓർ എഡ്യൂക്കേഷണൽ പർപ്പസസ് ഈസ് നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് വഖഫ്. അതായത് മുസ്ലിങ്ങളുടെ തന്നെ വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ ചാരിറ്റബിൾ പ്രവൃത്തികൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ട്രസ്റ്റിനെ, ആ വകുപ്പും പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ട്രസ്റ്റിനെ, ആ വകുപ്പും പറഞ്ഞ് സ്വന്തമാക്കിയ ട്രസ്റ്റിനെ അല്ലെങ്കിൽ ഭൂമിയെ ഒരിക്കലും വഖഫായിട്ട് ദാനം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് കേരള വഖഫ് ബോർഡിൻ്റെ 2019 ഡിക്ലറേഷൻ ആണ്, 2019 കേരള വഖഫ് ബോർഡ് മുനമ്പം ലാൻഡ് കൈക്കലാക്കുന്നത്. അത് അൺഓതറൈസ്ഡ് ആണ്, ലീഗലി അൺടെനബിൾ എന്ന് പറയുന്നത്, അതായത് ലീഗലി നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് മുനമ്പംകാർക്ക് പ്രയോജനകരമായ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ 1-2 പേരോട് സംസാരിച്ചിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഒരു വ്യക്തത ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിങ്ങനെ തന്നെ ആകാനാണ് എല്ലാ സാധ്യതയും. അത് നമുക്കിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അപ്പോൾ ലീഗൽ, അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഖഫ് ബോർഡ് എന്താണ് 2019 ഇത് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒന്നുകിൽ കേരള വഖഫ് ഓട്ടോമാറ്റിക്കായിട്ട് മുനമ്പംകാർക്ക് കിട്ടൂല എന്നുള്ളത് തിരിച്ചറിയണം. കേരള വഖഫ് ട്രൈബ്യൂണലിൽ ഒന്നുകിൽ ഇതിൻ്റെ ഒരു വാലിഡിറ്റി 2019 ഉണ്ടാക്കിയിട്ടുള്ള ഡിക്ലറേഷൻ്റെ വാലിഡിറ്റി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഇത് കൊടുക്കണം, ഒരു പെറ്റീഷൻ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരള ഹൈക്കോടതിയിൽ ഇത് ചലഞ്ചബിളാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച്. ആർട്ടിക്കിൾ 226 പ്രകാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞ് ഇത് കൊടുത്താൽ ഇത് വാദിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ലീഗൽ ഗ്രൗണ്ട്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്ന്, ഒരു വഖഫ് ഡീഡില്ല, അതായത് എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ വഖഫ് ഡീഡില്ല, ഇപ്പം ഇത് ഭൂമി വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞൊരു വഖഫ് ഡീഡില്ല എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. 2, ഇത് വിറ്റിരിക്കുന്നത് ഒരു ട്രസ്റ്റാണ്, ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഇത് വരത്തില്ല. അപ്പോൾ നമ്മൾ റിട്രോസ്പെക്റ്റീവ് ഫലമില്ലെങ്കിലും ഇതിനകത്ത് അതിൻ്റെ ഒരു നിയമം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഒരു നിയമം വരുന്നത് മുന്നോട്ട് മാത്രമേ ഉള്ളൂവെങ്കിലും ഈ ഒരു നിയമം പഴയ ഒരു നിയമത്തിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിനെ ക്ലാരിഫിക്കേറ്ററി നേച്ചർ എന്ന് പറയും. അതൊരു പ്രധാന സാധനം. അതായത് ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു അംബിഗിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തത ഇല്ലാത്ത കാര്യത്തിൽ പുതിയതായി വന്നിട്ടുള്ള നിയമം വെച്ച് പഴയ പ്രശ്നത്തെ അപഗ്രഥിക്കുന്നത് കോടതിയിൽ നിലനിൽപ്പുള്ള ഒരു തത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2024 അമെൻമെൻറ്റ് ഒരു പുതിയ റൂൾ ആണെങ്കിൽ പോലും പഴയതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് മുൻപ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതിനായിട്ട് പ്രസിഡൻസ് ഉണ്ട്. അതായത് പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പല കോടതികളും പല കേസുകളിലും ഇതിങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വകുപ്പും പ്രകാരം കോടതിയിൽ പോകുകയാണെങ്കിൽ മുനമ്പത്തിന് ഇത് അനുവദിച്ച് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പം നിയമം മാറിയത്. അപ്പോൾ അത് എന്തുകൊണ്ട് പഴയ ആളുകൾക്ക്, തർക്കത്തിലുള്ള ആളുകൾക്കെങ്കിലും ബാധകമാക്കിക്കൂടാ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു വലിയ ലീഗൽ പോയിന്റാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള ആളുകൾ, വക്കീലന്മാർ, അതായത് നമ്മുടെ ഭരണഘടനയും ഇപ്പോഴത്തെ നിയമവും വഖഫ് നിയമവും സാമാന്യ വകുപ്പുകളും ഒക്കെ കൃത്യമായി വാദിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വക്കീൽ വിചാരിച്ചാൽ ഇത് കൃത്യമായിട്ട് കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. ഞാനിപ്പോഴും പറയുന്നത്, ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് മുൻകാല പ്രാബല്യത്തിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് മുനമ്പംകാർക്ക് കാര്യം നടക്കുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻസും തിരിച്ച് എടുത്ത് പ്രോപ്പറായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം നമ്മുടെ പഴയ എല്ലാ രേഖകളും വേണം, പഴയ ടാക്സ് റെസിപ്റ്റ് വേണം, കരമടച്ച രേഖകൾ വേണം, നമ്മൾ ഇലക്ട്രിസിറ്റിക്കും വെള്ളത്തിനും കരം കൊടുത്തതിൻ്റെ പൈസ ഇത് വേണം, ഫാറൂഖ് കോളേജിൻ്റെ ഒറിജിനൽ ട്രസ്റ്റ് ഡീഡ് വേണം, അത് തപ്പിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം തപ്പിയെടുത്തിട്ട് നല്ല ഒരു പ്രോപ്പർട്ടി ലോയും വഖഫ് ആക്റ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും ഒക്കെ അറിയുന്ന ഒരു വക്കീലിനെ അല്ലെങ്കിൽ വക്കീലന്മാരെയോ കൊണ്ട് ഇത് കോടതികളിൽ പ്രസൻറ്റ് ചെയ്താൽ അനുകൂലമായ വിധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഈ കളക്ടർക്ക് വേണമെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാവുന്ന ഇതിൻ്റെ ഇപ്പോഴത്തെ നിയമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ
ഈ പറയുന്ന മുനമ്പം പ്രോപ്പർട്ടി അത്രയും ഏക്കറുകൾ ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലീഗൽ ഓണർ ആരാണ് എന്ന് കളക്ടറുടെ അടുത്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്. കളക്ടർ ഒരു അനുകൂലമായ വിധി തന്നു കഴിഞ്ഞാൽ പ്രശ്നം പലപ്പോഴും അതോടുകൂടി അവിടെ തീരും. അപ്പോൾ അതുകൊണ്ട് ഈ ട്രസ്റ്റ് വഖഫിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലി ഒരു ലോഫുൾ മുസ്ലിം ഇൻഡിവിജ്വലിന് 5 വർഷമായിട്ടുള്ള ഒരു ലോഫുൾ മുസ്ലിം ഇൻഡിവിജ്വലിന് മാത്രമേ വഖഫ് ചെയ്യാനാകൂ എന്നുള്ളൊരു വലിയ ക്ലാരിഫിക്കേറ്ററി നേച്ചറിലുള്ള പുതിയ നിയമമാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനമാണ്. മാത്രമല്ല വഖഫ് ബൈ യൂസർ എന്നൊരു പരിപാടി കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്തു. അതുകൊണ്ട് തെളിവുകൾ വേണം. എവിടെയെങ്കിലും ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. എഴുതി വയ്ക്കാത്തടത്തോളം കാലം കോടതികൾ അതിനെ തിരിച്ച് മാറ്റാനാണ് എല്ലാ സാധ്യതകളും. അതുകൊണ്ട് ഇത്തരം നിയമ പോംവഴികൾ ആളുകളുമായിട്ട് സംസാരിച്ച് വക്കീലന്മാർ മാത്രമല്ല ഇതിന് സർക്കാരിന് എനിക്ക് അങ്ങനെ അവരെ ഇറക്കി വിടണമെന്ന് താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സർക്കാരിൻ്റെ, ജനപ്രതിനിധികളുടെ, മാധ്യമങ്ങളുടെ ഈ ഒരു നിയമം ഇന്ന് രാജ്യസഭയിലും കൂടെ പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങൾക്ക് തന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാനാണ് എല്ലാ സാധ്യതയും. ഞാൻ വീണ്ടും പറയുന്നു, അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുമെന്ന് ഉള്ളത് തെറ്റായ ഒരു സങ്കല്പമാണ്. അതിനുവേണ്ടി ശരിക്കും പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ മുനമ്പത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ചിലരോട് അറിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതാണ് അതേക്കുറിച്ച് പറയുക. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.